എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചാപ്റ്ററാണ്. നമ്മുടെ ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ബിഹൈൻഡ് സെൻസേഷൻസ് അഥവാ അറിയാനും പ്രതികരിക്കാനും. എന്താണ് ഈ സെൻസേഷൻസ്? നമ്മുടെ ചുറ്റും എന്ത് നടന്നാലും നമ്മളത് അറിയുന്നുണ്ട്, അല്ലേ? നമ്മൾ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, തൊട്ടറിയുന്നു. ഇതിനെയാണ് നമ്മൾ സെൻസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇതെല്ലാം അറിയുന്നത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ പെട്ടെന്നൊരു പാട്ടിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ നല്ല വിശപ്പുള്ളപ്പോൾ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന മണം വരുന്നു. അപ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും, അല്ലേ? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ അറിയുന്നത്? ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രതികരണങ്ങൾ അഥവാ റെസ്പോൺസസ് എന്ന് പറയുന്നത്. ഈ പ്രതികരണങ്ങൾക്ക് കാരണം നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളെ നമ്മളൊരു പേര് വിളിക്കും. അതാണ് സ്റ്റിമുലൈ അഥവാ ചോദനങ്ങൾ. അപ്പോൾ എന്താണ് സ്റ്റിമുലസ്? നമ്മുടെ ശരീരത്തിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെയാണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ ചിരിക്കുന്നത് ഒരു റെസ്പോൺസാണ്. അവിടെ സുഹൃത്തിനെ കാണുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്തുന്നത് ഒരു റെസ്പോൺസാണ്. അപ്പോൾ ശബ്ദം എന്താണ്? അതെ, അതൊരു സ്റ്റിമുലസ് ആണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഒരു റെസ്പോൺസാണ്. അപ്പോൾ ദാഹം എന്നുള്ളത് ഒരു സ്റ്റിമുലസ് ആണ്. അപ്പോൾ സ്റ്റിമുലൈ രണ്ടു തരമുണ്ട്. എക്സ്റ്റേണൽ സ്റ്റിമുലൈ, അതായത് ബാഹ്യചോദനങ്ങൾ, പിന്നെ ഇന്റേണൽ സ്റ്റിമുലൈ, അതായത് ആന്തരിക ചോദനങ്ങൾ. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലൈയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഉദാഹരണത്തിന് ശബ്ദം, വെളിച്ചം, ചൂട്, തണുപ്പ് ഒക്കെ. ഒരു സിംഹത്തെ കാണുമ്പോൾ മുയൽ പേടിച്ചോടുന്നത് കണ്ടിട്ടില്ലേ? അവിടെ സിംഹത്തെ കാണുന്നത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. നമ്മുടെ ശരീരത്തിന് അകത്തു തന്നെ ഉണ്ടാകുന്ന സ്റ്റിമുലൈയാണ് ഇന്റേണൽ സ്റ്റിമുലൈ. വിശപ്പ്, ദാഹം എന്നിവയൊക്കെ ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. അപ്പോൾ ഈ സ്റ്റിമുലയെ നമ്മുടെ ശരീരം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകതരം കോശങ്ങളുള്ളത്. ഈ കോശങ്ങളെ നമ്മൾ ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? റിസപ്റ്റേഴ്സ്. നമ്മുടെ സെൻസ് ഓർഗൻസിലൊക്കെ ഈ റിസപ്റ്റേഴ്സ് ഉണ്ട്. കണ്ണിലുണ്ട്, ചെവിയിലുണ്ട്, നാക്കിലുണ്ട്, മൂക്കിലുണ്ട്, തൊലിയിലുണ്ട്. ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലൈയെ സ്വീകരിച്ച് അവിടെ ഒരുതരം ഇലക്ട്രിക്കൽ മെസ്സേജ് ഉണ്ടാക്കും. ഈ മെസ്സേജുകളെ നമ്മൾ ഇംപൾസസ് അഥവാ ആവേഗങ്ങൾ എന്ന് പറയും. ഈ ഇംപൾസസ് ഞരമ്പുകളിലൂടെ, അതായത് ന്യൂറോൺസിലൂടെ തലച്ചോറിലെത്തും. അവിടെയാണ് അസല് കളി നടക്കുന്നത്. തലച്ചോറ് ഈ ഇംപൾസിനെ പരിശോധിക്കും. എന്നിട്ട് തിരിച്ചറിയും എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് എന്ത് പ്രതികരണം വേണമെന്ന് തീരുമാനിക്കും. അതിനുശേഷം പേശികൾക്കും ഗ്രന്ഥികൾക്കും നിർദ്ദേശം കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഓർത്തുവെക്കുക, സ്റ്റിമുലസ്, റിസപ്റ്റർ, ഇംപൾസ്, ബ്രെയിൻ, റെസ്പോൺസ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഇനി നമ്മുടെ റിസപ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാം. നമ്മുടെ ശരീരത്തിൽ പലതരം റിസപ്റ്റേഴ്സ് ഉണ്ട്. ചിലത് പൊതുവായ കാര്യങ്ങൾ അറിയാനാണ്. അതിനെ ജനറൽ സെൻസസ് എന്ന് പറയും. ഉദാഹരണത്തിന് തൊലിയിലുള്ള റിസപ്റ്റേഴ്സ്. അവ സ്പർശനം, വേദന, ചൂട്, മർദ്ദം ഒക്കെ തിരിച്ചറിയും. എന്നാൽ ചില റിസപ്റ്റേഴ്സ് പ്രത്യേക കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവയെ സ്പെഷ്യൽ സെൻസസ് എന്ന് പറയും. കാഴ്ച, കേൾവി, രുചി, ഗന്ധം ഒക്കെ സ്പെഷ്യൽ സെൻസസ് ആണ്. ഇവയ്ക്കുള്ള റിസപ്റ്റേഴ്സ് പ്രത്യേക അവയവങ്ങളിൽ മാത്രമാണ് കാണുന്നത്. കണ്ണിലുള്ള ഗ്രാഹികളെ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. അവ പ്രകാശത്തെയാണ് തിരിച്ചറിയുന്നത്. അതുപോലെ ചെവിയിൽ ശബ്ദത്തെ തിരിച്ചറിയാൻ ഗ്രാഹികളുണ്ട്. നാക്കിൽ രുചി അറിയാൻ കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. മൂക്കിൽ ഗന്ധം അറിയാനും കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ റിസപ്റ്ററിനും ഒരു പ്രത്യേക സ്റ്റിമുലസിനെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നാക്കുകൊണ്ട് കേൾക്കാനോ ചെവി കൊണ്ട് രുചി അറിയാനോ പറ്റാത്തത്. അത്ഭുതമല്ലേ നമ്മുടെ ശരീരം? ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസ് ഓർഗനെ പറ്റി പഠിക്കാം. ഏതാണെന്നറിയാമോ? അതെ, നമ്മുടെ കണ്ണ്, ഐ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണാൻ സഹായിക്കുന്നത് കണ്ണുകളാണ്. നമ്മുടെ കണ്ണിന് ഒരുപാട് സംരക്ഷണം പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്.
കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിൽ ഒരു കുഴിയിലാണ്. അതിനെ നമ്മൾ ഐ സോക്കറ്റ് എന്ന് പറയും. ഇതൊരു നല്ല സംരക്ഷണമാണ്. പുറമെ കണ്ണിനെ സംരക്ഷിക്കാൻ കൺപോളകൾ അഥവാ ഐലിഡ്സ് ഉണ്ട്. പിന്നെ പീലി അഥവാ ഐലാഷസ് ഉണ്ട്. പൊടിയിൽ നിന്നും പ്രാണികളിൽ നിന്നുമൊക്കെ ഇവ കണ്ണിനെ സംരക്ഷിക്കുന്നു. കണ്ണിന്റെ മുൻഭാഗം കവർ ചെയ്തുകൊണ്ട് ഒരു നേർത്ത പാടയുണ്ട്. അതാണ് കോൺജങ്ക്ടൈവ. ഇത് കണ്ണിനെ നനവുള്ളതാക്കി വെക്കാനും രോഗാണുക്കൾ കടക്കാതെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. നമ്മുടെ കണ്ണ് എപ്പോഴും നനവുള്ളതായിരിക്കണം. അതിനുവേണ്ടി കണ്ണുനീർ അഥവാ ടിയേഴ്സ് ഉണ്ട്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്ലാൻസ് ആണ്. ഈ കണ്ണുനീരിൽ ലൈസോസൈം എന്നൊരു എൻസൈം ഉണ്ട്. ഇത് രോഗാണുക്കളെ നശിപ്പിക്കും. അപ്പോൾ കരയുന്നത് കണ്ണിന് നല്ലതാണെന്ന് പറയാം. ഇനി നമുക്ക് കണ്ണിന്റെ ഘടനയിലേക്ക് കടക്കാം. നമ്മുടെ കണ്ണിന് പ്രധാനമായും 3 പാളികൾ അഥവാ ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറമെയുള്ള പാളയാണ് സ്ക്ലീറ. ഇതൊരു വെള്ള നിറത്തിലുള്ള ഉറപ്പുള്ള പാളയാണ്. ഇതാണ് കണ്ണിനൊരു ദൃഢത കൊടുക്കുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയാൽ ഈ വെള്ളപ്പാള കാണാം. സ്ക്ലീറയുടെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ. പ്രകാശം കണ്ണിനുള്ളിലേക്ക് കടക്കുന്നത് കോർണിയയിലൂടെയാണ്. രണ്ടാമത്തെ പാളി, അതായത് നടുക്കുള്ള പാളയാണ് കൊറോയിഡ്. ഇവിടെ നിറയെ രക്തക്കുഴലുകളുണ്ട്. ഇവ കണ്ണിന്റെ കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. കൊറോയിഡിന്റെ മുൻഭാഗമാണ് ഐറിസ്. ഇതിനാണ് നിറമുള്ളത്. ചിലർക്ക് കറുപ്പ് നിറം, ചിലർക്ക് ബ്രൗൺ, ചിലർക്ക് നീല. ഈ നിറം കൊടുക്കുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. ഐറിസിന്റെ നടുക്ക് ഒരു ചെറിയ സുഷിരമുണ്ട്. അതാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. ഈ പ്യൂപ്പിളിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് പോകുന്നത്. പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് ഈ പ്യൂപ്പിളിന്റെ വലിപ്പം മാറും. നല്ല വെളിച്ചത്തിൽ പ്യൂപ്പിൾ ചെറുതാകും, കുറഞ്ഞ വെളിച്ചത്തിൽ പ്യൂപ്പിൾ വലുതാകും. ഇങ്ങനെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നു. ഇതിനായി ഐറിസിൽ 2 തരം പേശികളുണ്ട്: റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും. അടിപൊളി മെക്കാനിസം അല്ലേ? ഇനി ഏറ്റവും ഉള്ളിലുള്ള പാളി, അതാണ് റെറ്റിന. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാളി. കാരണം നമ്മൾ കാണുന്ന വസ്തുവിന്റെ പ്രതിബിംബം അഥവാ ഇമേജ് ഉണ്ടാകുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ പ്രകാശത്തെ തിരിച്ചറിയുന്ന ഗ്രാഹികളുണ്ട്, അതായത് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇവ 2 തരമുണ്ട്: റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. നമ്മുടെ കണ്ണിൽ ഏതാണ്ട് 9 കോടിയിലധികം റോഡ് കോശങ്ങളുണ്ട്. എന്നാൽ കോൺ കോശങ്ങൾ 45 ലക്ഷമേ ഉള്ളൂ. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന വർണ്ണവസ്തു ഉണ്ട്. കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ എന്ന വർണ്ണവസ്തുവാണുള്ളത്. ഈ 2 വർണ്ണവസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനൽ എന്ന വസ്തുവും ചേർന്നാണ്. ഈ റെറ്റിനൽ ഉണ്ടാക്കുന്നത് വിറ്റമിൻ എയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിറ്റമിൻ എ കണ്ണിന് വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. ക്യാരറ്റ് ഒക്കെ ധാരാളം കഴിക്കണമെന്ന് കേട്ടിട്ടില്ലേ? റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. അതായത് രാത്രി കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. എന്നാൽ അവയ്ക്ക് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിലെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത് പോലെ കാണുന്നത്. കോൺ കോശങ്ങളോ? അവ തീവ്രമായ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. കൂടാതെ നിറങ്ങളെ തിരിച്ചറിയാനും സഹായിക്കുന്നു. നമ്മൾ ഈ കാണുന്ന മനോഹരമായ നിറങ്ങളെല്ലാം തിരിച്ചറിയുന്നത് കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പകൽ കാഴ്ചയ്ക്കും വർണ്ണ കാഴ്ചയ്ക്കും കാരണം കോൺ കോശങ്ങളാണ്. പ്രകാശം ഈ വർണ്ണവസ്തുക്കളിൽ പതിക്കുമ്പോൾ അവ വിഘടിക്കുന്നു. റോഡോപ്സിൻ വിഘടിച്ച് റെറ്റിനൽ ഒപ്സിൻ എന്നിവയായി മാറും. ഈ രാസമാറ്റം ഒരു ഇംപൾസ് ഉണ്ടാക്കുന്നു. ഈ ഇംപൾസ് ഞരമ്പുകളിലൂടെ, അതായത് ന്യൂറോൺസിലൂടെ തലച്ചോറിലെത്തും. അവിടെയാണ് അസല് കളി നടക്കുന്നത്. തലച്ചോറ് ഈ ഇംപൾസിനെ പരിശോധിക്കും. എന്നിട്ട് തിരിച്ചറിയും എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് എന്ത് പ്രതികരണം വേണമെന്ന് തീരുമാനിക്കും. അതിനുശേഷം പേശികൾക്കും ഗ്രന്ഥികൾക്കും നിർദ്ദേശം കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പൊ ഓർത്തു വെക്കുക: സ്റ്റിമുലസ്, റിസെപ്റ്റർ, ഇംപൾസ്, ബ്രെയിൻ, റെസ്പോൺസ്. ഇതൊരു സൈക്കിള് പോലെയാണ്. നമ്മുടെ റെറ്റിനയിൽ 3 തരം കോൺ കോശങ്ങളുണ്ട്: ചുവപ്പ്, പച്ച, നീല എന്നീ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവ. ഈ 3 തരം കോൺ കോശങ്ങളും പല അനുപാതത്തിൽ ഉത്തേജിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിവിധ നിറങ്ങൾ കാണുന്നത്. ഉദാഹരണത്തിന്, ചുവപ്പും പച്ചയും കോണുകൾ ഒരുമിച്ച് ഉത്തേജിക്കപ്പെടുമ്പോൾ നമ്മൾ മഞ്ഞ നിറം കാണും. 3 കോണുകളും ഒരുപോലെ ഉത്തേജിക്കപ്പെട്ടാലോ? നമ്മൾ വെള്ള നിറം കാണും. ചില ആളുകൾക്ക് ചില നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ഈ അവസ്ഥയെ നമ്മൾ വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ഇതൊരു ജനിതക രോഗമാണ്. ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുക്കളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ജീൻ X ക്രോമസോമിലാണുള്ളത്. അതുകൊണ്ട് ഈ രോഗം പുരുഷന്മാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്.
നമുക്ക് 2 കണ്ണുകളുണ്ട്. 2 കണ്ണിലും പ്രതിബിംബം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരൊറ്റ വസ്തുവിനെയല്ലേ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാ രണ്ടായിട്ട് കാണാത്തത്? കാരണം നമ്മുടെ 2 കണ്ണുകളും 2 വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് ഒരു വസ്തുവിനെ കാണുന്നത്. അതുകൊണ്ട് റെറ്റിനയിലുണ്ടാകുന്ന 2 പ്രതിബിംബങ്ങളിലും ചെറിയ വ്യത്യാസമുണ്ടാകും. ഈ 2 ചിത്രങ്ങളും തലച്ചോറിലെത്തുമ്പോൾ തലച്ചോർ ഇവയെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ ത്രിമാന ചിത്രം അഥവാ 3D ഇമേജാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ ബൈനോക്യുലർ ഫ്യൂഷൻ എന്ന് പറയും. ഇതുകൊണ്ടാണ് നമുക്ക് വസ്തുക്കളുടെ അകലം, കനം, ഉയരം എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കണ്ണിനെ ബാധിക്കുന്ന ചില രോഗങ്ങളെപ്പറ്റി നോക്കാം. ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ ഹ്രസ്വദൃഷ്ടി. ഇങ്ങനെയുള്ളവർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം, പക്ഷേ ദൂരെയുള്ളവയെ കാണാൻ പ്രയാസമായിരിക്കും. ഇവിടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിലാണ് രൂപപ്പെടുന്നത്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. ലോങ് സൈറ്റഡ്നെസ് അഥവാ ദീർഘദൃഷ്ടി. ഇവർക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ, പക്ഷേ അടുത്തുള്ളവയെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിലാണ് രൂപപ്പെടുന്നത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. അസ്റ്റിഗ്മാറ്റിസം, കാറ്ററാക്ട് അഥവാ തിമിരം, ഗ്ലോക്കോമ, കഞ്ചക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ് അഥവാ നിശാന്തത എന്നിവയൊക്കെ കണ്ണിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ്. വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ കണ്ണിനെ നന്നായി സൂക്ഷിക്കണം. കണ്ണ് ഇടയ്ക്കിടെ ശുദ്ധജലത്തിൽ കഴുകണം. വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കണം. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും അധിക സമയം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. അങ്ങനെ നമ്മൾ കണ്ണിനെപ്പറ്റി പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സെൻസ് ഓർഗനിലേക്ക് പോകാം. അതാണ് നമ്മുടെ ചെവി അഥവാ ഇയർ. ചെവിക്ക് എത്ര ജോലികളുണ്ടെന്നറിയാമോ? ഒന്നല്ല, 2 പ്രധാന ജോലികളുണ്ട്. ഒന്ന് കേൾവി, അതായത് ഹിയറിംഗ്. രണ്ടാമത്തത് ശരീരത്തിന്റെ തുലനാവസ്ഥ പാലിക്കുക, അതായത് ബോഡി ബാലൻസ്. നമുക്ക് ആദ്യം കേൾവിയെപ്പറ്റി പഠിക്കാം. ചെവിയെ 3ആയി തിരിക്കാം. ഔട്ടർ ഇയർ, ബാഹ്യകർണം; മിഡിൽ ഇയർ, അതായത് മധ്യകർണം; ഇന്നർ ഇയർ, അതായത് ആന്തരകർണം. പുറമേ കാണുന്ന ചെവിക്കുട അഥവാ പിന്ന, പിന്നെ ഓഡിറ്ററി കനാൽ എന്നിവയാണ് ഔട്ടർ ഇയറിന്റെ ഭാഗങ്ങൾ. പിന്ന ശബ്ദതരംഗങ്ങളെ ശേഖരിച്ച് ഓഡിറ്ററി കനാലിലേക്ക് വിടുന്നു. ഈ കനാലിന്റെ അറ്റത്ത് ഒരു നേർത്ത സ്ഥലമുണ്ട്. അതാണ് ഇയർ ഡ്രം അഥവാ കർണപടം അഥവാ ടിംബാനം. ശബ്ദതരംഗങ്ങൾ വന്ന് ഈ ഇയർ ഡ്രമ്മിൽ തട്ടുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഡ്രമ്മിന് ശേഷം തുടങ്ങുന്നതാണ് മിഡിൽ ഇയർ. ഇവിടെ 3 ചെറിയ എല്ലുകളുണ്ട്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഇവയെ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ഇയർ ഡ്രമ്മിലെ വൈബ്രേഷൻ ഈ എല്ലുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വൈബ്രേഷന്റെ ശക്തി കൂടും. സ്റ്റേപ്സ് എന്ന എല്ല് ഇന്നർ ഇയറിലെ ഓവൽ വിൻഡോവുമായി ഘടിപ്പിച്ചിരിക്കുന്നു. മിഡിൽ ഇയറിനെ തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലുണ്ട്. അതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇത് കർണപടത്തിന്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കി നിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് വിമാനത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെവി അടയുന്നതും കോട്ടുമായിടുമ്പോൾ അത് ശരിയാവുന്നതും. ഇനി ഇന്നർ ഇയറിലേക്ക് വരാം. ഇവിടെ ഒച്ചിന്റെ ഷേപ്പിലുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് കോക്ലിയ. കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഇതാണ്. കോക്ലിയയുടെ ഉള്ളിൽ എൻഡോലിംഫ്, പെരിലിംഫ് എന്ന ദ്രാവികങ്ങളുണ്ട്. കൂടാതെ ഓർഗൻ ഓഫ് കോർട്ടി എന്നൊരു ഭാഗമുണ്ട്. ഇവിടെയാണ് ശബ്ദത്തെ തിരിച്ചറിയുന്ന ഹെയർ സെൽസ് എന്ന ഗ്രാഹികളുള്ളത്. ഓവൽ വിൻഡോയിലെ വൈബ്രേഷൻ കോക്ലിയയിലെ ദ്രാവികത്തിൽ ചലനമുണ്ടാക്കും. ഈ ചലനം ഹെയർ സെൽസിനെ ഉത്തേജിപ്പിക്കും. അവിടെ നിന്ന് ഇമ്പൾസസ് ഉണ്ടാകും. ഈ ഇമ്പൾസസ് ഓഡിറ്ററി നെർവ് വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ശബ്ദത്തിന്റെ പാത ഒന്നുകൂടി പറയാം. പിന്ന, ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം, ഇയർ ഓസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ഓഡിറ്ററി നെർവ്, ബ്രെയിൻ. വളരെ സങ്കീർണമായൊരു പ്രവർത്തനമല്ലേ? ഇനി ചെവിയുടെ രണ്ടാമത്തെ ജോലി ബോഡി ബാലൻസ്. ഇന്നർ ഇയറിൽ തന്നെ സെമി സർക്കുലർ കനാൽസ്, യുട്രിക്കിൾ, സാക്യൂൾ എന്നീ ഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം ചേർന്ന വെസ്റ്റിബ്യൂളർ അപ്പാരറ്റസ് ആണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നത്. നമ്മുടെ തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഈ ഭാഗങ്ങളിലുള്ള ദ്രാവികം ചലിക്കും. അവിടെയുള്ള ഹെയർ സെൽസ് ഉത്തേജിപ്പിക്കപ്പെടും. അവിടെ നിന്ന് ഇമ്പൾസസ് വെസ്റ്റിബ്യൂളർ നെർവ് വഴി തലച്ചോറിലെ സെറിബെല്ലത്തിലെത്തും. സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വീഴാതെ നടക്കുകയും ഓടുകയുമൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റു 2 പ്രധാനപ്പെട്ട സെൻസസിനെ പറ്റി നോക്കാം. ഗന്ധവും രുചിയും, അതായത് സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഈ 2 സെൻസസും പരസ്പരം ബന്ധിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജലദോഷം വരുമ്പോൾ ഭക്ഷണത്തിന് രുചിയില്ലാത്തതായി തോന്നുന്നത്. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ഗന്ധമുള്ള കണികകൾ മൂക്കിനുള്ളിൽ കയറും. അവിടെയുള്ള മ്യൂക്കസിൽ ഇത് ലയിക്കും. മൂക്കിനുള്ളിലെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉത്തേജിപ്പിക്കപ്പെടും. ഇമ്പൾസസ് ഓൾഫാക്ടറി നെർവ് വഴി തലച്ചോറിലെത്തുമ്പോൾ നമ്മൾ ഗന്ധം അറിയുന്നു. ഇനി രുചി എങ്ങനെ അറിയുന്നു? നമ്മുടെ നാക്കിൽ പാപ്പില്ല എന്ന ചെറിയ മുഴകളുണ്ട്. അവയുടെ ഉള്ളിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ഈ ടേസ്റ്റ് ബഡ്സിലാണ് രുചിയെ തിരിച്ചറിയുന്ന കീമോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ഭക്ഷണത്തിലെ രുചിയുള്ള പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ച് ഈ റിസെപ്റ്റേഴ്സിനെ ഉത്തേജിപ്പിക്കും. അവിടെ നിന്ന് ഇമ്പൾസസ് തലച്ചോറിലെത്തുമ്പോൾ നമ്മൾ രുചി അറിയുന്നു. മധുരം, പുളി, ഉപ്പ്, കയ്പ്, പിന്നെ ഉമാമി എന്നിങ്ങനെ പലതരം രുചികൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി അവസാനമായി നമ്മുടെ ത്വക്ക് അഥവാ സ്കിൻ. ത്വക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ്. സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന എന്നിവയെല്ലാം നമ്മൾ അറിയുന്നത് ത്വക്കിലുള്ള വിവിധതരം റിസെപ്റ്റേഴ്സ് വഴിയാണ്. ഓരോ സെൻസേഷനും ഓരോ തരം റിസെപ്റ്ററാണ്.
ഉദാഹരണത്തിന് വേദനയറിയാൻ നോസിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസെപ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ശരീരത്തിന് അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നു. മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും പലതരം ഗ്രാഹികളുണ്ട്. അമീബയ്ക്ക് രാസവസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയും. പ്രാണികൾക്ക് ആന്റിനെ ഉപയോഗിച്ച് ഗന്ധവും സ്പർശനവും അറിയാം. പാമ്പിന് ജേക്കബ്സൺസ് ഓർഗൻ ഉപയോഗിച്ച് ഗന്ധമറിയാൻ സാധിക്കും. നായ്ക്കൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് അപാരമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പഠിച്ചു. നമ്മുടെ ശരീരം എത്രമാത്രം അത്ഭുതകരമാണെന്ന് മനസ്സിലായില്ലേ? ഈ ലോകത്തെ അറിയാനും അതിനോട് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളും നമ്മുടെ നാഡീവ്യവസ്ഥയുമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നന്നായി സംരക്ഷിക്കണം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006006636 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.